ശ്രീ നമസ്കാരം. നമസ്കാരം. കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന അഭിപ്രായങ്ങൾ പറയുകയാണ് തരൂർ. കോൺഗ്രസ് ഇല്ലെങ്കിലും തനിക്കൊരു ചുക്കുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ മറ്റ് വഴികൾ സ്വീകരിക്കേണ്ടി വരും, മൂന്നാമതും കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് ഇരിക്കേണ്ടി വരും, തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, പല പ്രശ്നങ്ങളും പരിഹരിച്ചില്ലെങ്കിൽ എന്നൊക്കെയാണ് തരൂർ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് തരൂരിൻ്റെ പ്രശ്നമെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടാണോ ആഗ്രഹിക്കുന്നത്? അതായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഗൗതം. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ ഈ ഓൾ ഓവർ ദ പ്ലേസ് എന്നൊക്കെ പറയുന്ന പോലെ ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ഫോക്കസ് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം ആദ്യം ചെയ്തിരുന്ന ഒരു പരിപാടി, ഇവിടെ 4ാമത്തെ തവണയും അദ്ദേഹത്തിന് MP ആയിട്ട് മത്സരിക്കണമെന്നുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പാർലമെൻറ്റിലിരിക്കുക. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തി. അതിനുശേഷം കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എത്തും എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് തൻ്റെ ഇനിയത്തെ തട്ടകം കേരളമാണ് എന്ന രീതിയിലത്തേക്കുള്ള ചില പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. അവസാനം അദ്ദേഹം അടുത്ത 4ാമത്തെ തവണയും MP ആയി പോയതിന് ശേഷം ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് കേരളത്തിലേക്ക് തന്നെ മടങ്ങി വന്നാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട്. 2026 തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാൽ കൊള്ളാം തനിക്ക് എന്നുള്ള ഒരു താല്പര്യം കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഓൾമോസ്റ്റ് പ്രത്യക്ഷമായി തന്നെ, പരോക്ഷമാണെങ്കിൽ പോലും ഓൾമോസ്റ്റ് പ്രത്യക്ഷമായി തന്നെ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി ദേശീയ രാഷ്ട്രീയമാണോ, കോൺഗ്രസിൻ്റെ അഡ്മിനിസ്ട്രേഷനാണോ, അതോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്നതാണോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള താല്പര്യമൊന്നും തന്നെ ഒരു നേതാവിന്, പ്രത്യേകിച്ചും പ്രമുഖനായിട്ടുള്ള ഒരു നേതാവിന് ഉണ്ടാകുന്നതിൽ യാതൊരു വിധത്തിലുള്ള അപകടവും ഞാൻ കാണുന്നില്ല. അദ്ദേഹത്തിന് ഇതൊക്കെ ആകാനായിട്ട് ആഗ്രഹിക്കാവുന്നതാണ്. അതിനുള്ള സ്പേസ് ഒക്കെ ഇന്റർനാഷണൽ കോൺഗ്രസിൽ ഉണ്ട് താനും, ചുരുങ്ങിയത് മത്സരിക്കാനെങ്കിലും. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഇതിൽ ഓരോ റോളിലും ഇരിക്കുന്ന സമയത്തിന് അദ്ദേഹത്തിന് വേണ്ടുന്ന സ്കിൽ സെറ്റ് എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ പാർലമെൻറ്റ് അംഗമായിട്ടിരിക്കാനായിട്ട് അദ്ദേഹത്തിന് 4ാമത്തെ ടൈമാണ്. 15 വർഷം പൂർത്തിയാക്കിയതിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് നല്ലതായിട്ടുണ്ട്. തന്നെയല്ല ഒരു ഡിപ്ലോമാറ്റ് എന്ന രീതിയിലത്തേക്കും ദീർഘകാലമല്ല എങ്കിൽ പോലും ഒരു ചുരുങ്ങിയ കാലത്തേക്കെങ്കിലും അദ്ദേഹം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിട്ടൊക്കെ തന്നെ പ്രവർത്തിച്ചയാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള പരിചയമുണ്ട്. പാർലമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലൊക്കെ ഡിബേറ്റ് ചെയ്യുന്നതിനൊക്കെ അദ്ദേഹത്തിന് സാധിക്കുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. സംഘടനാ തലപ്പത്തേക്ക് വരുമ്പോൾ, കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ പിന്തുണച്ചയാളാണ് ഞാൻ. മല്ലികാർജ്ജുൻ ഖാർഗെ ഓൾഡ് സ്കൂളാണ്. കോൺഗ്രസിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അത് വളരെ റവല്യൂഷണറി ആയിട്ടുള്ള പുതിയ ചിന്ത എന്ന രീതിയിലത്തേക്കുള്ള ഒന്ന് വരണം എന്നതായിരുന്നു അതിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ കോൺഗ്രസിന് കൂടുതൽ ഗുണമാവുക ഖാർഗെയ്ക്ക് പകരം, അതായത് ഖാർഗെ എന്ന് പറഞ്ഞാൽ നെഹ്റു ഫാമിലി എന്ത് ചിന്തിക്കുന്നു അത് തന്നെയാണ്. അപ്പോൾ കൺവെൻഷനലായിട്ടുള്ള കാര്യം തന്നെയാണ്. രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഇരിക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ ഖാർഗെയും ആ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത്. അപ്പോൾ പുതുതായിട്ടുള്ള കുറേ ചിന്തകൾ, പുതുതായിട്ടുള്ള കുറേ പ്രവർത്തകരെ ഒക്കെ തന്നെ അതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ശശി തരൂരിൻ്റെ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഒരുപക്ഷെ കോൺഗ്രസിന് ഗുണമായേക്കാം എന്ന അർത്ഥത്തിലാണ് അത് ചെയ്തത്. പക്ഷേ അവിടെയും അദ്ദേഹം ജയിച്ചില്ല. അതിനുശേഷം അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് പോകാൻ പോകുന്നു. വർക്കിംഗ് കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് എന്നും അതിലേക്ക് ആരൊക്കെയാണ് ക്ഷണിതാക്കളെന്നും അതിലേക്ക് ആരൊക്കെയാണ് ഇൻചാർജസ് എന്നും ഉള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാം അറിവുള്ള ശശി തരൂർ ഇതേ അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 100-ലധികം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ബൃഹത്തായിട്ടുള്ള മീറ്റിംഗ് ആണ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ പ്രവർത്തക സമിതി എന്നാണ്. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ പണ്ട് ഫോട്ടോയിൽ കണ്ടിരിക്കുന്നത് പോലെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന ആൾക്കാർ കുറച്ചു പേർ മാത്രം സംസാരിക്കുന്നത് പോലെയോ തറയിൽ മെത്തയൊക്കെ വിരിച്ചതിന് ശേഷം അതിലിരുന്ന് ചർച്ച ചെയ്യുന്നത് പോലെയോ ഉള്ള ഒരു സംവിധാനമല്ല. അവിടെ കുറേയധികം ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് തനിക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ CWCക്ക് മൊത്തത്തിൽ തന്നെ കഴിയുന്നില്ല. അതൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പദവിയായിട്ട് മാത്രമാണ് ആൾക്കാർ കരുതുന്നത് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിൽ, ഒരു ഉന്നതാധികാര സമിതിയിലൊക്കെ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ പോസിറ്റീവായിട്ടൊന്നും തന്നെ നടക്കില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് തനിക്കുള്ള പ്രവൃത്തി പരിചയം ഒരുപക്ഷെ തന്നെ കോൺഗ്രസ്സുകാരല്ലാത്ത ആൾക്കാർ പോലും തെരഞ്ഞെടുപ്പുകളിൽ പിന്തുണച്ചിരിക്കുന്ന ഒരു ചരിത്രം, ഈ കാര്യമെല്ലാം നോക്കിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു നേതാവാണ് ഇവിടെ കോൺഗ്രസ്സിന് വേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കണം. ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അടുത്ത വർഷം ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. പിണറായി വിജയൻ 3ാമതും അധികാരത്തിൽ വരുമോ അതോ കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ സർക്കാരിനെ അട്ടിമറിക്കുമോ എന്നുള്ള ഒരു ചർച്ചയുണ്ട്. ഒരു പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനേക്കാളും അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും കൂടുതൽ താല്പര്യത്തോടു കൂടി കോൺഗ്രസിൻ്റെ തന്നെ സംസ്ഥാന നേതാക്കന്മാർ സംസാരിക്കുന്നത് അടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യത്തിലാണ്. അപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം 71 സീറ്റ് കിട്ടിയതിന് ശേഷം വേണം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ എന്നിരിക്കെ
അവിടെ ഇപ്പോൾ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തന്നെയാണ്. കെ സി വേണുഗോപാൽ ഇവിടേക്ക് വരാനുള്ള സാധ്യതയില്ല എന്ന മട്ടിലുള്ള വാർത്തകളൊക്കെ തന്നെ വരുന്നുണ്ട്. കെ സുധാകരൻ എന്തായാലും ആ സ്ഥാനത്തേക്ക് ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ ഇവർ രണ്ടുപേരുമാണ് ഇതിലെ പ്രോമിനൻ്റ് ഫേസസ്. അപ്പോൾ ഇവർ സ്വന്തം നിലയ്ക്ക് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാറുന്നതിന് ഏതൊക്കെ സഖ്യകക്ഷികളുടെ പിന്തുണയാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്, അതേപോലെ ഏതൊക്കെ സാമുദായിക സംഘടനകളുടെ പിന്തുണയാണ് വേണ്ടത്, ഈ കാര്യമെല്ലാം തന്നെ സംഘടിപ്പിക്കുന്നതിനായിട്ട് ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ശ്രമിക്കുന്നുമുണ്ട്. അപ്പോഴാണ് ശശി തരൂർ വന്നിട്ട് പറയുന്നത് ഇവിടെ ഒരു നേതൃത്വ പ്രതിസന്ധി ഉണ്ട് എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. അതായത് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ കോൺഗ്രസിന് ട്രഡീഷണലായി വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മാത്രം വോട്ട് പോരാ, അതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ കോൺഗ്രസ്സുകാരല്ലാത്ത കോൺഗ്രസ് വിരുദ്ധരായിട്ടുള്ള ആൾക്കാരുടെ പോലും വോട്ട് കിട്ടണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു നേതാവ് താനാണ് എന്ന രീതിയിലത്തേക്ക് ഒരു സെൽഫ് പിച്ചാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു സെയിൽസ്മാൻ്റെ ചാതുര്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം അതിനെ അവതരിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകാനും കോൺഗ്രസിനെ നയിക്കാനും വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരുന്ന് നിർണായകമായിട്ടുള്ള തീരുമാനമെടുക്കാനും പാർലമെൻറ്റിൽ പോയി കോൺഗ്രസിൻ്റെ ശബ്ദമാകാനും ഒക്കെ ആഗ്രഹിച്ചെങ്കിലും അതിലൊന്നും തന്നെ കൃത്യമായ രീതിയിലത്തേക്കുള്ള പിന്തുണ ഒരുപക്ഷെ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോൾ തൻ്റെ തട്ടകം കേരളത്തിലാക്കി ഇവിടെ ഇനി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ച് അങ്ങനെ വരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ തരൂരിൻ്റെ ഈ ഇൻ്റർവ്യൂ പോലും കൂടുതൽ പ്രസക്തമാകുന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ഞാൻ നേരത്തെ സ്കിൽ സെറ്റിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് സംസാരിക്കാനുള്ള സ്കിൽ സെറ്റ് ഉണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള നെഹ്റു ഫാമിലിയുടെ പൊളിറ്റിക്സിന് അപ്പുറത്തേക്കുള്ള ഒരു പൊളിറ്റിക്സ് മുന്നിലേക്ക് വെക്കാനുള്ള സ്കിൽ സെറ്റ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാകാനുള്ള സ്കിൽ സെറ്റ് അദ്ദേഹത്തിനുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഞാനിത് പറയുന്നതിന് കാരണം കുറേ കാലം മുമ്പ് വരെ ഞാൻ തന്നെ പറഞ്ഞിരുന്നത് ഒരുപക്ഷെ ഒരു നമ്മുടെ സാധാരണ ഇക്വേഷനിലില്ലാത്ത തരൂരിനെ പോലുള്ള ഒരാളാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിൽ കോൺഗ്രസ്സിന് കേരളത്തിൽ കുറേയധികം സാധ്യതകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ആ അഭിപ്രായത്തിൽ എനിക്ക് തന്നെ സംശയം തോന്നുന്നതിൻ്റെ കാരണം കേരളത്തിലെ രാഷ്ട്രീയം എത്രത്തോളം ശ്രീ ശശി തരൂർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ അദ്ദേഹം തന്നെ ഈ അടുത്തിടെയായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണം ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ശ്രീ പി രാജീവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ പല പ്രസ്താവനകളും സത്യമാണെന്ന് ധരിച്ചുകൊണ്ട് അത് അന്വേഷിക്കുന്നതിനുള്ള തൻ്റെ ഓപ്ഷൻസിനെ എല്ലാം തന്നെ പാഴാക്കിക്കൊണ്ട് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വെട്ടി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ പാർട്ടിയിൽ നിന്ന് പാർട്ടിയുടെ ഔദ്യോഗിക പൊസിഷൻ ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക പോലും ചെയ്യാതെ അതിനെ പൂർണ്ണമായിട്ടും ബാക്ക് ചെയ്ത് എൻഡോഴ്സ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതായത് ഇവിടെ ഏതാണ്ട് 2,90,000 പുതിയ MSME സെക്ടറിൽ പുതിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും നിരവധി എംപ്ലോയ്മെൻറ്റ് അതുകൊണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നും കേരളം വളരെ നിക്ഷേപ സൗഹൃദമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് എന്നും അതേപോലെ തന്നെ നിർത്തലാക്കിയിട്ടുള്ള അതായത് ഇപ്പോൾ നോ ലോങ്ങർ അങ്ങനെ ഒരു നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ റാങ്കിങ് സിസ്റ്റം ഒന്നുമില്ല. പക്ഷേ അതിൽ നമ്മൾ ഒന്നാമതാണെന്നുള്ള മന്ത്രി ശ്രീ പി രാജീവിൻ്റെ തെറ്റായിട്ടുള്ള ക്ലെയിം അതിനെയൊക്കെ തന്നെ ശരിവെച്ചുകൊണ്ട് അവർ പാടുന്നത് എന്താണോ ആ പാട്ട് അതിനേക്കാൾ കൂടുതൽ ഈണത്തിൽ പാടുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ ശശി തരൂർ ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയം എന്താണെന്നോ കേരളത്തിലെ മുഖ്യ എതിരാളി പാർട്ടി പറയുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണ് എന്നതിനെപ്പറ്റി ഒരു ഫാക്ട് ചെക്ക് പോലും നടത്താതെ അതാണ് സംശുദ്ധ രാഷ്ട്രീയം, നല്ലതിനെ അംഗീകരിക്കുന്നതാണ് സംശുദ്ധ രാഷ്ട്രീയം എന്നുള്ള ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് തെറ്റായിട്ടുള്ളൊരു കാര്യത്തിനെ എൻഡോഴ്സ് ചെയ്യാനായിട്ട് അദ്ദേഹം പോകുന്നു. ഇവിടെ ഒരു കാര്യം പ്രധാനമായിട്ട് മറ്റുള്ള പല നേതാക്കന്മാരുടെയും പ്രവർത്തനം അവിടെ കോൺഗ്രസ്സിലുണ്ട്. ഇപ്പോൾ അത് ചെന്നിത്തല ആയിക്കോട്ടെ, വി ഡി സതീശനായിക്കോട്ടെ, മറ്റുള്ള നേതാക്കളായിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ ഒപ്പം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ഈ പി രാജീവിൻ്റെ 3 ലക്ഷം സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ 3 ലക്ഷം MSME എന്നൊക്കെ പറയുന്ന കണക്കുകളൊക്കെ പൊള്ളയാണെന്ന് എന്നേ തെളിയിച്ചതാണ്. നമ്മുടെ നാട്ടിൽ ഒരു പഞ്ചർ ഒട്ടിക്കുന്ന കട വന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പോലും ഈ MSME സംരംഭമായിട്ടാണ് രാജീവിൻ്റെ ലിസ്റ്റിൽ പരിഗണിക്കപ്പെടുക. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ഒരു പെട്ടിക്കടയെ പോലും ആ രീതിയിലത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി എംപ്ലോയ്മെൻറ്റ് അത് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ, ഇതാണോ നമ്മളിവിടെ MSME ആയിട്ട് പരിഗണിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിനെ ചലഞ്ച് ചെയ്തിരിക്കുന്ന ഇതിനെ എക്സ്പോസ് ചെയ്തിരിക്കുന്ന മാധ്യമങ്ങളും കോൺഗ്രസ് നേതാക്കളുമുണ്ട്. പക്ഷേ അതൊന്നും തന്നെ മുഖവിലേക്കെടുക്കാതെ ഈ രാജീവ് പറയുന്നതിനെ എൻഡോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സംശുദ്ധ രാഷ്ട്രീയവുമല്ല, അത് വിവരമില്ലാത്ത അല്ലെങ്കിൽ വിവരക്കേടിൻ്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഒരാളിന് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ശശി തരൂർ അല്ല നിലവിലുള്ള ബെറ്റർ ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്ന വിശദമായിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻ്റർവ്യൂ ഒരു പക്ഷേ വീഡിയോ ഇൻ്റർവ്യൂ തന്നെ പുറത്തു വരിക ഫെബ്രുവരി 26-ാം തീയതിയാണ്. അതിൻ്റെ ഒരു സ്നിപ്പറ്റാണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തു വിട്ടിരിക്കുന്നത്. അതിൽ പറയുന്നതനുസരിച്ച് തനിക്ക് മറ്റ് ഓപ്ഷൻസും ഉണ്ട് എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അപ്പോൾ അതിൽ പാർട്ടി മാറുന്ന കാര്യത്തിനെ പറ്റി ചോദിക്കുമ്പോൾ പാർട്ടി മാറുക എന്നുള്ളത് തൻ്റെ അജണ്ടയിലല്ല, പക്ഷേ ഒരു ഇൻഡിപെൻഡൻ്റായിട്ട് വേണമെങ്കിൽ നിന്നുകൊണ്ട് പോലും പ്രവർത്തിക്കാമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇൻഡിപെൻഡൻ്റായി നിന്നുകൊണ്ട് ഒരാൾക്ക് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയില്ല. ഇൻഡിപെൻഡൻ്റായി നിൽക്കുകയാണെങ്കിൽ ഒരു മണ്ഡലത്തിനെ മാത്രമേ പ്രതിനിധീകരിക്കാൻ കഴിയുകയുള്ളൂ.
അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വലിയ ക്ലെയിമുകൾക്കൊന്നും യാതൊരു സാധ്യതയുമില്ല. അതായത് കോൺഗ്രസിൻ്റെ ഉന്നമനവും താനെന്ന് പറയുന്ന നേതാവ് കോൺഗ്രസ് ഇതര വോട്ടുകളെ കൂടി അട്രാക്ട് ചെയ്യാൻ കഴിയുന്നയാളായതുകൊണ്ട് കോൺഗ്രസിന് അതിൻ്റെ ഗുണമുണ്ടാകുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പോയിൻ്റെങ്കിൽ ശരി. പക്ഷേ അദ്ദേഹം ഇവിടെ കോൺഗ്രസ്സിലല്ല മറ്റൊരു പാർട്ടിയിലും അല്ലാതെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഈ രീതിയിലത്തേക്കുള്ള ഒരു മാറ്റമൊന്നും തന്നെ ഉണ്ടാക്കാനായിട്ട് സാധ്യമല്ല. അപ്പോൾ റിയാലിറ്റി ചെക്കാണ് കോൺഗ്രസ്സിൽ, ഒരു വേക്കപ്പ് കോളാണ് ശശി തരൂരിന് കോൺഗ്രസ് നൽകേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പഴയ ആ ഒരു ആർട്ടിക്കിൾ, ലേറ്റസ്റ്റായി വന്നിരിക്കുന്ന ആർട്ടിക്കിൾ, അത് വളരെ വിവാദമായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എന്നിട്ടും ഈ തരത്തിലുള്ള പല വിവരദോഷവും ആവർത്തിച്ച് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് എന്നും തൻ്റെ ആ പ്രസ്താവന തെറ്റായിരുന്നു എന്ന് ഓണപ്പ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് എന്താണ് എന്നും അതിലെന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ഈഗോ അദ്ദേഹത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രസക്തമാണ്. കാരണം താൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റയെല്ലാം തന്നെ തെറ്റാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ മറ്റ് നേതാക്കന്മാർ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ടാകും. എന്നിട്ടും അതിനെ മുഖവിലക്കെടുക്കാതെ അദ്ദേഹം തൻ്റെ തീരുമാനങ്ങളിൽ, തൻ്റെ ആർട്ടിക്കിളിൽ, തൻ്റെ ഒപ്പീനിയനിലൊന്നും തന്നെ തെറ്റില്ല എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം, അത് തൻ്റെ ഉത്തമമായ ബോധ്യമാണ്, പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർ എല്ലാത്തിനെയും വിമർശിക്കേണ്ടതില്ല, നല്ലതിനെ കണ്ടാൽ നല്ലതെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വയം ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അപഹാസ്യനാവുകയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കാരണം നമ്മുടെ നാട്ടിലെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഈ 2,90,000 പുതിയ MSMEകൾ ഇവിടെ ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മുടെ നെയ്ബർഹുഡിൽ, നമ്മുടെ പഞ്ചായത്തിൽ എത്രത്തോളം പുതിയ സംരംഭങ്ങൾ ഉണ്ടായേ മതിയാകും. അതില്ല എന്നുള്ള ഒരു റിയാലിറ്റി ഇവിടെയുള്ള സാധാരണക്കാർക്കും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കും വരെ അറിയാവുന്ന ഒരു കാര്യം പോലും ശ്രീ ശശി തരൂരിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അദ്ദേഹം കേരള രാഷ്ട്രീയത്തെ നയിക്കാൻ യോഗ്യനാണ് എന്ന് ഞാൻ കരുതുന്നില്ല. സാറിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇതിനെയൊക്കെ അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഇതര രാഷ്ട്രീയത്തിലുള്ള ആളുകൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അതിനെ നല്ലതെന്ന് പറഞ്ഞൂടെ, നരേന്ദ്രമോദിയെക്കുറിച്ച് ഞാൻ നല്ലത് പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ധാരണയ്ക്ക് യഥാർത്ഥത്തിൽ നമ്മളെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും വിലയുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമാണോ എന്നുള്ളൊരു കാര്യം. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രതികരണത്തെ 4 തവണ MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ കോൺഗ്രസിന് വിലയില്ല എന്നാണ് യഥാർത്ഥത്തിൽ ശശി തരൂർ ചോദിക്കുന്നത് എന്നാണ് തോന്നുന്നത്. ഇതിനെ കൈകാര്യം ചെയ്തതിൽ VD സതീശൻ്റെ നേതൃത്വത്തിലേക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ? അല്ല, ഒന്നാമത്തെ കാര്യം, ഇവർക്കാർക്കും തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന രീതിയിലത്തേക്കുള്ള ഒരു നേതാവാണ് ശ്രീ ശശി തരൂർ എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കോൺഗ്രസിലേക്ക് അദ്ദേഹം ലാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ലാൻഡ് ചെയ്യുകയായിരുന്നില്ല, കോൺഗ്രസ് അദ്ദേഹത്തെ ലോഞ്ച് ചെയ്യുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിന് സംസ്ഥാനത്തു നിന്നുള്ളൊരു സപ്പോർട്ട് അന്ന് കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ഘട്ടത്തിലും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു പൂർണ്ണമായ ബാക്കിംഗ് ഒന്നും തന്നെ ശ്രീ ശശി തരൂരിന് ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ശശി തരൂർ അല്ലാതെ മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ ആ സീറ്റ് പോലും നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അവിടെ തിരുവനന്തപുരം സീറ്റിന് വേണ്ടിയിട്ട് കൂടുതൽ ഭൈമി കാമുകന്മാർ ഉണ്ടാകാത്തതും. കാരണം കോൺഗ്രസ്സിലുള്ള പല ആൾക്കാർക്കും അറിയാം തരൂർ നിൽക്കുന്നത് കൊണ്ടാണ്. തരൂരിന് ഈ പറയുന്നത് പോലെ കോൺഗ്രസ് ഇതര വോട്ടുകൾ കിട്ടുന്നുണ്ട്, ചെറുപ്പക്കാരുടെ വോട്ട് കിട്ടുന്നുണ്ട്, അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വോട്ട് കിട്ടുന്നുണ്ട്, ഫസ്റ്റ് ടൈം വോട്ടേഴ്സിൻ്റെ വോട്ട് കിട്ടുന്നുണ്ട്. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടുകൂടിയാണ് ശശി തരൂർ തന്നെ അവിടെ നിരന്തരമായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇത്തവണ ഓൾമോസ്റ്റ് ശശി തരൂരിൻ്റെ പെർസോണയെ മാച്ച് ചെയ്യുന്ന മറ്റൊരാളിനെയാണ് BJP അവിടെ നിർത്തിയത്. കുറച്ചുകൂടി BJP ആത്മാർത്ഥമായിട്ട് പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്തവണ ഒരു അട്ടിമറിക്കുള്ള സ്കോപ്പ് പോലും അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ തരൂർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇനി താൻ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നില്ല എന്നൊരു പ്രഖ്യാപനം പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ശശി തരൂർ ഇത്തരത്തിലുള്ള പല പ്രസ്താവനകളും തുടർച്ചയായി പറയുന്ന സമയത്ത് പൊതുസമൂഹത്തിൻ്റെ സ്വീകാര്യത കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം പറയുന്നതെല്ലാം തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം, അതാണ് നല്ല രാഷ്ട്രീയം എന്നാണ്. അത് പറഞ്ഞ് താനൊരു പൊളിറ്റീഷ്യനുമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നമ്മളുടെ കൺവെൻഷണൽ മീനിങ്ങിലുള്ള ഒരു പൊളിറ്റീഷ്യൻ ഏത് രീതിയിലാണോ പ്രതികരിക്കുക ആ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു പൊളിറ്റീഷ്യനുമല്ല താൻ എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം ഈ അഭിമുഖത്തിൽ ഉൾപ്പെടെ പറയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് പബ്ലിക്കിൻ്റെ സപ്പോർട്ടാണ്. അതായത് നല്ലതിനെ നല്ലതെന്ന് പറയുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവൃത്തി നമ്മളിവിടെ പൊതുവെ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്ന് കാണാറില്ല, പ്രത്യേകിച്ച് എതിർപക്ഷത്തുള്ള രാഷ്ട്രീയക്കാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ. പക്ഷേ അങ്ങനെയെങ്കിൽ ശ്രീ ശശി തരൂരിൻ്റെ എല്ലാ പ്രവൃത്തികളിലും ഈ കാര്യം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ വളരെ സെലക്റ്റായിട്ടുള്ള ചില കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ എയർപോർട്ട് പ്രൈവറ്റൈസേഷൻ, ആ എയർപോർട്ട് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന വിഷയത്തിൽ ശശി തരൂരിന് കോൺഗ്രസിൻ്റേതിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പല സർവീസ് സംഘടനകളുടെയും ഒക്കെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്. വിഴിഞ്ഞം പോർട്ട്, ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ ആൾക്കാരെ മൊത്തത്തിൽ ബാധിക്കുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പൗരത്വ ഭേദഗതി നിയമമായിക്കോട്ടെ, അല്ലെങ്കിൽ മുത്തലാഖ് നിരോധന നിയമമായിക്കോട്ടെ, ഇങ്ങനെയുള്ള, അതായത് താൻ ഒരു റെപ്രസെൻറ്റേറ്റീവായി പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിലെ പ്രാദേശിക വിഷയങ്ങൾ മാത്രമല്ലാതെ മറ്റുള്ള കേന്ദ്ര നയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് പലപ്പോഴും കാണുന്നില്ല.
ഇപ്പോൾ നമ്മൾ കണ്ടു ദേശീയ താല്പര്യത്തിൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വിഷയം ഞാൻ ഈ അടുത്തിടെ കണ്ടത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ആംസ് ട്രേഡാണ്. അപ്പോൾ അതിൽ നമ്മൾ അവിടെ നിന്ന് F-35 ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങാനുള്ള ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിനെ ശക്തിപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം പറയുന്നത് നിശ്ചയമായിട്ടും ദേശീയ താല്പര്യത്തിലാണ്. പക്ഷേ അവിടെ ഈ പുറത്തുനിന്ന് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇവിടെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അമേരിക്കയുടെ റൈറ്റ്സിനെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുക. അതായത് അതിൽ ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതിനെ പറ്റിയല്ല, മറിച്ച് അതിനുള്ള റൈറ്റ് അമേരിക്കൻ ഗവൺമെൻറ്റിനുണ്ട് എന്ന മട്ടിലാണ്. എന്ന് വെച്ചാൽ ചില വിഷയങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമായി പോകുന്നുവെങ്കിലും അദ്ദേഹം ഈ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് തൻ്റെ രാഷ്ട്രീയം എന്ന് പ്രഖ്യാപിക്കുന്ന പല പ്രഖ്യാപനങ്ങളും പല നയങ്ങളിലും കാണാനുമില്ല. താരതമ്യേന മറ്റുള്ള നേതാക്കന്മാരെ അപേക്ഷിച്ച് ആ കാര്യത്തിൽ ബെറ്റർ ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ ആ സ്കിൽ സെറ്റ് അദ്ദേഹത്തിന് മതി, അത് ധാരാളമാണ്. പക്ഷേ കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള എതിർപക്ഷത്തു നിന്നുള്ള ആൾക്കാർ പറയുന്ന പച്ച നുണകൾ, ആ നുണകൾ അതേപടി വിഴുങ്ങി അതിൻ്റെ പ്രചാരകരായി മാറുന്ന ഒരാളിനെയും കോൺഗ്രസിൻ്റെ അണികളോ കോൺഗ്രസിൻ്റെ സപ്പോർട്ടർമാരോ അതിൻ്റെ അഭ്യുദയകാംക്ഷികളോ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരോ പിന്തുണയ്ക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന നല്ലൊരു കാര്യം, അതായത് ഈ മറ്റൊരാൾ നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഭാഗത്തൊരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വീഴ്ച പറ്റി എന്ന് ഏറ്റുപറയുന്നതും ഒരു ക്വാളിറ്റിയാണല്ലോ. എങ്കിൽ ശ്രീ ശശി തരൂർ ഇവിടെ ചെയ്യേണ്ടത് പി രാജീവിൻ്റെ കണക്കിൽ ഞാൻ വിശ്വസിച്ചു, അത് തെറ്റായിരുന്നു എന്ന് ഏറ്റുപറയാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടാകണം. അതിന് അദ്ദേഹത്തെ ഈഗോ അനുവദിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സ്കിൽ സെറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കേരള രാഷ്ട്രീയത്തിന് അദ്ദേഹത്തിൻ്റെ സ്കിൽ സെറ്റ് യോഗ്യമാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഈ കൃപേഷും ശരത് ലാലിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം ശശി തരൂർ കുറിച്ചത് CPM നരഭോജികൾ എന്നൊക്കെയായിരുന്നു. പിന്നീട് അത് തിരുത്തിയിട്ട് CPM എന്ന് പറയുന്ന സംഭവമേ പറയാതെയാണ് അദ്ദേഹം ആ കുറിപ്പ് എഴുതിയത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ആർട്ടിക്കിളൊക്കെ വിവാദമാവുന്ന സാഹചര്യത്തിൽ ബോധപൂർവമായിട്ട് ശശി തരൂർ ചെയ്യുന്നതാണ്, കോൺഗ്രസ് നേതാക്കളെ മനഃപൂർവ്വമായിട്ട് പ്രകോപിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ചെയ്യുന്നതാണെന്നല്ലേ നമുക്ക് തോന്നേണ്ടത്? നോക്കൂ, ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറേ നാളായിട്ടുള്ള പല പ്രവർത്തന രീതികളും നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ വേണമെങ്കിൽ പാർട്ടി പുറത്താക്കണം. അദ്ദേഹമായിട്ട് പോകില്ല, പാർട്ടി വേണമെങ്കിൽ പുറത്താക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപക്ഷെ അദ്ദേഹം ദേശീയ അധ്യക്ഷനായിട്ട് മത്സരിക്കുന്ന സമയത്ത് മത്സരം എന്നുള്ളത് പൊതുവെ കോൺഗ്രസിന് താല്പര്യമുള്ള ഒരു വിഷയമായിരുന്നില്ല. പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്നത് വന്നപ്പോൾ നിശ്ചയമായിട്ടും, അല്ലെങ്കിൽ തന്നെ നമ്മൾ കേട്ട ആദ്യത്തെ പേര് മല്ലികാർജ്ജുൻ ഖാർഗെയുടെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിശ്ചയമായും ഈ നെഹ്റു ഫാമിലിയുടെ പിന്തുണയുണ്ട് എന്നതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെ പിന്തുണയെല്ലാം അവിടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ താൻ സ്വയം ഒരു കാൻഡിഡേറ്റായിട്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേയധികം ആൾക്കാർക്ക് താൻ അനഭിമതനാകുന്നതിന് മാത്രമേ സഹായിക്കൂ. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാം ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനോട് യോജിപ്പ് കാണിച്ചവരല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യത്യാസം, ഒരു റിഫ്റ്റ് ഒക്കെ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം അവിടെ എതിർത്ത് നിന്നു. പിന്നെ ഇതിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പല പ്രശ്നങ്ങളും ഉന്നയിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ സംഘടനാ തലപ്പത്ത് ഏറ്റവും ഉയർന്ന നിലയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ട്രാൻസ്പെറൻസിയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അങ്ങനെയാണ് ഈ പല ഘട്ടങ്ങളിലായിട്ട് അദ്ദേഹം ഒരു റിബൽ സ്വഭാവം കാണിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ പല വിഷയങ്ങളിലും അദ്ദേഹം നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്നത്, പിണറായി വിജയനെ പ്രശംസിക്കുന്നത്. പ്രത്യേകിച്ച് പിണറായി വിജയനെ അദ്ദേഹം ആദ്യമായിട്ടല്ല പ്രശംസിക്കുന്നത്. അദ്ദേഹം നിരന്തരമായിട്ട് ആ രീതിയിലത്തേക്കുള്ള വാഴ്ത്തുപാട്ടുകളൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പ്രകീർത്തിക്കുകയാണ് എങ്കിൽ മോശം കാര്യങ്ങളെ മോശമെന്ന് കൂടി തുല്യമായിട്ട് പറയണ്ടേ? എങ്കിൽ മാത്രമല്ലേ അദ്ദേഹത്തിൻ്റെ ന്യൂട്രാലിറ്റി, അല്ലെങ്കിൽ അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്, നല്ലൊരു സ്റ്റേറ്റ്സ്മാനാണ് എന്ന ചിന്തയുണ്ടാകും. ഇവിടുത്തെ പ്രശ്നം അദ്ദേഹം നല്ല കാര്യങ്ങളിൽ പുകഴ്ത്തുമ്പോഴും മോശം കാര്യങ്ങളിൽ അദ്ദേഹം ഇകഴ്ത്തുന്നതിന് വേണ്ടിയിട്ടോ കുറ്റം പറയുന്നതിന് വേണ്ടിയിട്ടോ അതേപോലെ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ശരത് ലാൽ കൃപേഷ് വിഷയം വരുന്ന സമയത്ത് അത് ഏറ്റവും അധമ പ്രവൃത്തിയായിരുന്നു. ആ അധമ പ്രവൃത്തിയെപ്പറ്റി പറയുന്ന സമയത്ത് അത് ചെയ്തിരിക്കുന്നതിൻ്റെ പെർപെട്രേറ്റേഴ്സ് ആരാണ് എന്നതിനെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് അവർക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ നിരന്തരമായി വിമർശിക്കുന്നതിന് പകരം അദ്ദേഹം കുറച്ചൊന്ന് മെലോ ഡൗൺ ആയോ, അദ്ദേഹം കുറച്ചൊന്ന് സോഫ്റ്റൻ ആയോ എന്ന കാര്യത്തിലുള്ള സംശയം എല്ലാ ആൾക്കാർക്കുമുണ്ട്. ഞാൻ പറയുന്നത് അതെന്തിനാണ് ചെയ്യുന്നത്? നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് നല്ലതാണ് എന്ന് പറയുന്നത് പോലെ തന്നെ കൊലപാതകം എന്ന് പറയുന്നത് അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇത് വിമർശിക്കപ്പെടേണ്ടതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം എന്തുകൊണ്ട് കൺസിസ്റ്റൻ്റായിട്ട് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല? അത് ഉദ്ദേശിക്കുന്ന അതേ ഒരു ആർജവത്തോടുകൂടി അതേ തീവ്രതയോടുകൂടി പറയാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഓൾ ഓവർ ദ പ്ലേസ് ആണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തിനെപ്പറ്റി അദ്ദേഹത്തിന് തന്നെ കൃത്യമായിട്ട് ഒരു ബോധ്യത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം കൂടി പറയാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വർഷമായിട്ടില്ല ഏറ്റവും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ട്.
അപ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്ത് ഇനി പാർലമെൻറ്റിലേക്കില്ല, ഈ ഒരു തവണ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് വളരെ കുറച്ച് മാസങ്ങൾ, ഒരു വർഷം പോലും തികയാത്ത ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമാകുമെന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത വരുന്നത്? ഇനി നേരത്തെ അദ്ദേഹത്തിന് ആ രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയായിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ ലോക്സഭാ സീറ്റ് വിട്ടുകൊടുക്കണമായിരുന്നു. ഞാൻ 3 തവണ MP ആയി, ഇനി മത്സരിക്കുന്നില്ല, കേരളത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം ഈ ജനങ്ങളോട് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കൂ എന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത് അധികാരത്തിൽ പോയിട്ട് കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ട് പോലുമല്ല, ഒരു വർഷം പോലും തികയുന്നതിന് മുമ്പ് അദ്ദേഹമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലൊരു നേതാവാണ് കോൺഗ്രസ്സിന് വേണ്ടത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി എവിടെയാണ്? ദേശീയ രാഷ്ട്രീയമാണോ, സംസ്ഥാന താല്പര്യമാണോ? ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിലേക്ക് വീണ്ടും ഇഫക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയല്ലേ അദ്ദേഹം തുറക്കുന്നത്? ഈ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.